നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏതു നിമിഷവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന സാഹചര്യം നിലനിൽക്കെ വീണ്ടും വാഗ അതിർത്തി തുറന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അതേസമയം ഇന്ത്യ സൈനിക അഭ്യാസങ്ങൾ സജീവമായി തുടരുകയാണ്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങൾ ലാൻഡിംഗ് പരിശീലനം നടത്തും. ഭീകരാക്രമണത്തിലുള്ള ഇന്ത്യയുടെ തിരിച്ചടി യുദ്ധത്തിലേക്ക് പോകരുതെന്നും ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആവശ്യപ്പെട്ടു. Sure, I'm worried about any time you see a hotspot breaking out, especially between two nuclear powers. We've obviously been in close contact with our friends in India and Pakistan. Our hope here is that India responds to this terrorist attack in a way that doesn't lead to a broader regional conflict. And we hope, frankly, that Pakistan, to the extent that they're responsible, cooperates with India to make sure that the terrorists, sometimes operating in their territory, are hunted down and dealt with. That's how we hope this unfolds. We're obviously in close contact. We'll see what happens. അതിനിടെ ഇന്ത്യക്കെതിരെ പ്രകോപന പ്രസംഗം തുടരുകയാണ് പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. സിന്ധു നദി തങ്ങളുടേതാണെന്നും പാകിസ്ഥാന്റെ തലയിൽ ഭീകരവാദം കെട്ടിവെച്ച് മോദി സിന്ധു നദിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ബിലാവൽ ഭൂട്ടോ ആരോപിച്ചു. मोदी ने अब सिंधु पे हमला किया है. हम मिल बैठ के साथ होके अपना सिंधु का आवाज मुल्क के अंदर उठाते हैं. आप हमारे साथ खड़े होंगे और इस सिंधु को मोदी के खतरे से दफा करें. We saw terrorist attack every other day. The Pakistani government, the Pakistani agents are not in league with. They're in fact combating such terrorist element. മനു ഭരത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, ഇന്ത്യ സൈനിക അഭ്യാസങ്ങൾ സജീവമായി തുടരുന്നു. പാകിസ്ഥാനും ഒരു യുദ്ധത്തിന് സജ്ജരാണ് എന്ന രീതിയിൽ നിൽക്കുന്നു. എന്താണ് അതിർത്തിയിലെ സാഹചര്യം? ടോം, അതിർത്തിയിൽ സംഘർഷാവസ്ഥ ശക്തമായി തന്നെ തുടരുകയാണ്. ഏതായാലും സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യ വളരെ സജീവമാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ആണ് ഇപ്പോൾ സൈനിക അഭ്യാസങ്ങൾക്കായി രാജ്യം തയ്യാറെടുക്കുന്നത്. അവിടെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ 8 വരി എക്സ്പ്രസ് ഹൈവേയിൽ അടിയന്തരമായി ഇത്തരം യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ കഴിയുമോ എന്ന പരിശോധനകൾ നടക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ Su-30 MKI വിമാനങ്ങൾ, അതുപോലെ മിറാജ് 2000 വിമാനങ്ങൾ തുടങ്ങിയ വിമാനങ്ങളെ ഇത്തരത്തിൽ ഈ ഗാൻജറ്റിക് അല്ലെങ്കിൽ ഗംഗ എക്സ്പ്രസ് വേയിൽ ഇറക്കാൻ കഴിയുമോ എന്ന വലിയ പരിശോധനയാണ് നടക്കുന്നത്. അത് 2-3 തരത്തിൽ വളരെ നിർണായകമാണ്. ഒന്ന്, ഈ അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെ അത് ഒരു വ്യോമതാവളത്തിൻ്റെ ബദലായി അത് ഉപയോഗിക്കാം എന്നത് ഒരു വശത്ത് പരീക്ഷിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1000-ലധികം കിലോമീറ്റർ വരുന്ന ഈ എക്സ്പ്രസ് വേ എന്നത് 2 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാൻ പദ്ധതിയിട്ട ഒരു ബൃഹത് പദ്ധതിയാണ്. സ്വാഭാവികമായും അതിൻ്റെ ക്ഷമത എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കാൻ കഴിയും. ഒപ്പം ഇങ്ങനെ അടിയന്തര സാഹചര്യങ്ങളിൽ 8 വരി പാത എങ്ങനെ ഒരു വ്യോമാഭ്യാസത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഏതായാലും ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. നാവികസേനയും സമാനമായ രീതിയിൽ ഈ അറബിക്കടലിൽ അവരുടെ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു. സേനാ വിഭാഗങ്ങൾ എല്ലാ അർത്ഥത്തിലും സജ്ജമാണ് എന്ന സന്ദേശങ്ങൾ നൽകുന്നു. തുടർച്ചയായി അതിർത്തിയിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം നടക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി തുടർച്ചയായി അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം വളരെ ശക്തമായി തന്നെ നടക്കുകയാണ്. അതിനാണ് ഇന്ത്യ വളരെ കാര്യക്ഷമമായി തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് തുടരും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് സൈന്യം വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഈ എയർ സ്ട്രിപ്പ് ആയി ഈ എക്സ്പ്രസ് വേയെ പ്രയോജനപ്പെടുത്താൻ ഉള്ള ഒരു പരിശോധന എന്നത് വളരെ നിർണായകമാകും. കാരണം അത് ഈ റാഫേൽ പോലുള്ള നമ്മുടെ അതിനൂതനമായ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ദീർഘദൂത മെറ്റിയർ മിസൈലുകളുമൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള വിമാനങ്ങൾ, ഇവിടെ ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ, രാവിലെയും രാത്രിയുമൊക്കെ, അതായത് പകലും രാത്രിയുമൊക്കെ ഒരുപോലെ
ഈ എക്സ്പ്രസ് വേയിൽ ഇറക്കി പരിശീലിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുപോലെ മിറേജ് 2000 വിമാനങ്ങൾ ആഴത്തിലുള്ള ആക്രമണശേഷിയും ആണവ സമ്പന്നതയ്ക്കും പേരുകേട്ട ഒരു ഫ്രഞ്ച് വംശത്തിൽപ്പെടുന്ന ഒരു വിമാനമാണ്. സ്വാഭാവികമായും ഇത്തരം വിമാനങ്ങൾ ഏത് തരത്തിൽ അവിടെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു. ഇത് 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ഇവിടെയാണ് ഈ 24 മണിക്കൂർ സൈനിക പ്രവർത്തനത്തിന് ഈ എക്സ്പ്രസ് വേ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ഉള്ള പരിശോധന നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി 250 CCTV ദൃശ്യങ്ങൾ വെച്ച് അത് നിരീക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ 3.5 കിലോമീറ്റർ വേഗതയുള്ള രാത്രിയും പകലും ഒരുപോലെ രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഒരു എയർ സ്ട്രിപ്പിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നത് ഷാജഹാൻപൂരിൽ അവിടെ പരീക്ഷണം നടക്കുന്നു. മിസൈലുകളുടെ ഒക്കെ പുനഃപരിശോധനയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. വാഗ അതിർത്തി കഴിഞ്ഞ ദിവസം അവിടെ പാകിസ്ഥാൻ അടച്ചിരുന്നു. ഏതായാലും വാഗ അതിർത്തി ഇപ്പോൾ പാകിസ്ഥാൻ തുറന്നിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഹ്രസ്വകാല വിസയുള്ള ആളുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. അത് 30-ാം തീയതി വരെ സമയം അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്ത്യ നീട്ടി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ അതിർത്തിയിൽ വാഗ അതിർത്തിയിൽ എത്തിയ അല്ലെങ്കിൽ അട്ടാരിയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഗ അതിർത്തി പാകിസ്ഥാൻ അടച്ച സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഒരു പ്രതിസന്ധി പാകിസ്ഥാൻ പൗരന്മാർക്കുണ്ടായത്. ഏതായാലും അത് തുറന്നിരിക്കുന്നു. കൂടുതൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് അങ്ങോട്ടേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ പൗരന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതുപോലെ ദീർഘകാല വിസയൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ പഞ്ചാബിലെ അമൃത്സർ വഴിയും അന്താരാഷ്ട്ര അതിർത്തി വഴി ഒക്കെ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനുള്ള സാവകാശം എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെ തുടരുന്നു. സൈനിക മേധാവികൾ തുടർച്ചയായി സംവാദങ്ങൾ പരസ്പരം സംവദിക്കുന്ന ഒരു രീതിയുണ്ട്. ഒപ്പം തന്നെ NIA കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി അവരുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ ചേരുന്നു. കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം ഈ തീവ്രവാദികൾക്കായുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ കാശ്മീരിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അവിടെ ഈ വിഘടനവാദ പ്രവർത്തനങ്ങളുമായി സൂചിപ്പിച്ചതുപോലെ ഈ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം വീണ്ടും വെടിയുതിർത്ത സാഹചര്യമുണ്ട്. തുടർച്ചയായ 8-ാം ദിവസവും യാതൊരു പ്രകോപനവും ഭാഗത്തു നിന്ന് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം അത് തിരിച്ചടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ടല്ലോ. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ മനു? തുടർച്ചയായ 8-ാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സൈന്യം വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുപ്വാര, ബാരാമുള്ള, പുഞ്ച്, നൌരേഷ്, അഗ്നൂർ പ്രദേശങ്ങളിലാണ് വെടിവെപ്പുണ്ടായത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വിവരം നിലവിലില്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും അറിയണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ പിന്തുണ സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികളാണ് ഉണ്ടായത്. നേരത്തെ മനു ഭരത് സൂചിപ്പിച്ചതുപോലെ താൽക്കാലിക വിസയുള്ള പാക് പൗരന്മാരുടെ തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങണമെന്ന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കടുത്ത നടപടികൾ ഉണ്ടാകുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ഇടപാടുകളും അവസാനിപ്പിക്കുന്ന സാഹചര്യം വരുന്നു. അതോടുകൂടി പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യം. കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് സൈന്യം വെടിയുതിർക്കുന്ന സാഹചര്യം. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല. പാകിസ്ഥാനുമായി യാതൊരു വിധത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത്. 24 മണിക്കൂറിന് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാഗാതിർത്തി പാകിസ്ഥാൻ പക്ഷെ തുറന്നത് ഒരു പരിധിവരെയും ഇനി എന്തായിരിക്കും അതേ തുടർന്നുള്ള മറ്റ് നടപടികൾ അക്കാര്യങ്ങളും അറിയേണ്ടതാണ്. മനു, ഞാൻ ചോദിച്ചതായിരുന്നു ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ, 2 സൈന്യവും പരസ്പരം തിരിച്ചടിക്കുന്ന വെടിയുതിർക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ?
അല്ല ഇപ്പോൾ സൈനിക കാഷ്വാലിറ്റികളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നിന്ന് ചെറിയ തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിയുതിർക്കലാണ് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും അത് ഇപ്പോഴൊരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഇത്തരം സ്മോൾ ആംസ് ഉപയോഗിച്ചുള്ള ഒരു ഫയറിംഗ് ആണ് നടക്കുക. പിന്നീടാണ് യുദ്ധത്തിൻ്റെ ഒരു കുറച്ചുകൂടി അടുത്ത ഘട്ടം എന്ന തരത്തിലാണ് വലിയ ആർട്ടിലറി രംഗത്തിറങ്ങുക. പ്രത്യേകിച്ച് നമ്മുടെ പീരങ്കി, പ്രത്യേകിച്ച് ഈ ആർട്ടിലറി റെജിമെൻറ്റുകൾ അവിടെ സന്നിഹിതരാകുകയും പിന്നീട് ആർട്ടിലറി ഫയറിംഗ് നടക്കുകയും ചെയ്യും. അതാണ് കൂടുതൽ അപകടകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഈ അതിർത്തിയിലുള്ള സ്മോൾ ആം ഫയറിംഗ് മാത്രമാണ്. അത് വലിയ തോതിൽ ഉള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ രാജ്യത്തിന് മുന്നിലുള്ള മാർഗം. ഇപ്പോഴൊരു വലിയ പ്രശ്നമായി നിന്നിരുന്നത് പാകിസ്ഥാൻ പൗരന്മാരായ ഇന്ത്യയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് വിസ കാലാവധിയൊക്കെ കഴിഞ്ഞ് ദീർഘകാല വിസയ്ക്കൊക്കെ അപേക്ഷ നൽകിയിരിക്കുന്ന ആളുകളെ പ്രധാനമായും ഇവിടുന്ന് തിരിച്ചയക്കുന്ന ഘട്ടത്തിലാണ് ചില പ്രശ്നങ്ങൾ വന്നത്. അതിലൊരു പാകിസ്ഥാൻ പൗരൻ യാത്രാമധ്യേ മരിക്കുകയും ഒക്കെ പ്രായാധിക്യം കൊണ്ട് മരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ ഒഴിവാക്കി നിർത്തിയാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തിയാൽ വലിയ തോതിലുള്ള ആളഭയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലും പാകിസ്ഥാൻ ബങ്കറുകൾ, പ്രത്യേകിച്ച് LOCക്ക് മറുവശത്തു നിന്നുള്ള പാകിസ്ഥാൻ ബങ്കറുകളിൽ നിന്ന് സ്മോൾ ആംസ് ഉപയോഗിച്ചുള്ള ഫയറിംഗ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ പാകിസ്ഥാനും സമാനമായ രീതിയിൽ ചില സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് പരിഭ്രാന്തിയുടെ ഒരു വക്കിൽ നിന്നാണ്. കാരണം പല ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, അവിടെ പാകിസ്ഥാനിൽ ഒരു യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ വ്യക്തമാക്കിയൊരു കാര്യം, 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തുന്നു എന്ന തരത്തിലുള്ള പരിഭ്രാന്തി അവിടെ പരന്നിരിക്കുന്നു. അതിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു വലിയ കാര്യം, ചൈന മാത്രമാണ് പാകിസ്ഥാന് ഒരു പിന്തുണയായി വന്നിട്ടുള്ളത്. തുർക്കി ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. മറ്റ് രാജ്യങ്ങളുടെ ഒരു വ്യക്തമായ പിന്തുണ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ പാകിസ്ഥാന് കിട്ടുന്നില്ല. അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, താലിബാൻ സർക്കാർ പോലും ഇന്ത്യ പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന. അമീർ ഖാൻ എന്ന അവിടുത്തെ വിദേശ കാര്യ മന്ത്രിയുടെ ചുമതലയുള്ള ജനപ്രതിനിധി പറഞ്ഞത് ഇന്ത്യയെ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നു എന്നതാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഈ അക്രമ നടപടിയെ അല്ലെങ്കിൽ ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഈ നടപടിയെ അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൂടുതൽ ഐക്യപ്പെടേണ്ട ഒരു കാലഘട്ടം ആണ് എന്ന നിലപാട് അഫ്ഗാൻ സർക്കാരിൽ നിന്നുണ്ടാകുന്നു. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ യുദ്ധം ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന് പറയുന്നു. JD വാൻസ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന അതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അവരുടെ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള എല്ലാ അധികാരവും രാജ്യത്തിന് ഉണ്ട്. അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിയും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്നാഥ് സിംഗുമായി ടെലിഫോണിലാണ് ഈ ഡിഫൻസ് സെക്രട്ടറി, US ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെഗത്ത് സംസാരിച്ചത്. ഹെക്സേത്ത് അതിൽ ഒരു കാര്യം വ്യക്തമാക്കി ഇരുന്നു, ഇന്ത്യക്ക് അവരുടെ അതിർത്തിയും ജനതയും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പാകിസ്ഥാൻ അനുകൂലിക്കുന്ന ഒരു നിലപാട് അമേരിക്കയിൽ നിന്ന് വരും എന്ന പ്രതീക്ഷ പാകിസ്ഥാൻ ഉണ്ടായിരുന്നെങ്കിലും അത് ഇല്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനും പാകിസ്ഥാൻ സമീപിച്ചിരുന്നു. യുദ്ധം ഒഴിവാക്കാനുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ഒരു ആവശ്യം പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ആഗോള തലത്തിലുള്ളൊരു പിന്തുണ ഇരവാദം ഉപയോഗിച്ച് തങ്ങൾക്ക് കൈക്കലാക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മങ്ങലേൽക്കുന്നു എന്നത് ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു ഘടകമായി വരുന്നത് ഈ മറ്റ് യുദ്ധമല്ലാതെ അല്ലെങ്കിൽ സൈനികമല്ലാത്ത ചില സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കുക, അതുപോലെ എയർ സ്പേസ് അടയ്ക്കുക, പൗരന്മാരെ തിരിച്ചയക്കുക തുടങ്ങിയ നിരവധി സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു എന്നത് കൂടി അവിടെ വളരെ സുപ്രധാനമായി വരുന്നു. പാകിസ്ഥാൻ നമുക്കറിയാം ഏറ്റവും പ്രധാനമായി അവിടുത്തെ മരുന്ന് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അതിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുക്കൾ എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ഇതെല്ലാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ കിട്ടുന്നില്ല എന്നത് വളരെ നിർണായകം ആണ്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയിൽ രാജ്യം നിൽക്കുന്നു.
മാത്രവുമല്ല ഈ തീവ്രവാദവുമായുള്ള ബന്ധങ്ങൾ തുടരെ പാകിസ്ഥാൻ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ആ കുറ്റസമ്മതം എന്ന തരത്തിൽ തന്നെ വരുന്നു. കഴിഞ്ഞ 30 വർഷമായി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നു എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. ബിലാവൽ ഭൂട്ടോയും ഇത് ഒരു രഹസ്യമല്ല, സ്വാഭാവികമായി പാകിസ്ഥാൻ ഇത്തരം ശക്തികൾക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുപോലെ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് നേരിട്ട് ഏർപ്പെട്ട ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഈ തീവ്രവാദ ഗ്രൂപ്പിനെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പത്രക്കുറിപ്പിൽ നിന്ന് അവരുടെ പേര് ഒഴിവാക്കാൻ പാകിസ്ഥാൻ ഒരു താൽക്കാലിക അംഗമെന്ന നിലയിൽ അവർ സമ്മർദ്ദം ചെലുത്തിയേ എന്ന കാര്യം അവിടെ പുറത്തു വരുന്നു. അപ്പോൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങൾക്ക് പാകിസ്ഥാൻ കൃത്യമായ പിന്തുണ നൽകുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പ് രാജ്യത്തിന് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയുയർത്തുന്നു. പാകിസ്ഥാൻ വലിയ തോതിൽ പരിഭ്രാന്തി പടർന്ന് പിടിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരം ആശങ്കകളുണ്ട്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? കാരണം ഇരു രാജ്യങ്ങളുടെയും സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിലുള്ള എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മംഗളൂരുവിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. ബജ്രംഗ് ദൾ പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയെയാണ് ഒരു സംഘം വെട്ടിക്കൊന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ബന്ദ് ആചരിക്കുകയാണ്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇതിപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടെ മംഗളൂരുവിൽ 2 കൊലപാതകം, ഒന്ന് ആൾക്കൂട്ട കൊലപാതകം, അതിൽ മരിച്ചത് മലയാളി യുവാവാണ്. ഇപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. ഈ തുടർ അക്രമ സംഭവങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടോ? എന്താണ് പോലീസ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എന്താണ് ഇപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകനെ കൊലപ്പെടുത്താനുള്ള പ്രകോപന കാരണം എന്താണ്? ടോമെ, ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും ഒരു ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വലിയ തോതിൽ പോലീസ് വിന്യാസം മംഗളൂരു നഗരപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതായത് 1000-ഓളം പോലീസുകാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ സായുധ പോലീസ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളിലായി, ഓരോ പ്രദേശങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 8:00 കൂടിയാണ് ഇത്തരത്തിൽ സുഹാസ് ഷെട്ടിയെ ഒരു 6 അംഗ സംഘം വാഹനത്തിലെത്തിയ, ഒരു കാറിലും പിക്കപ്പ് വാനിലുമായി എത്തിയ 6 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ലഭിച്ചിരുന്നു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ടോം ചോദിച്ച ചോദ്യത്തിൽ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഞായറാഴ്ച നടന്ന ആ കൊലപാതകം അതിന് തുടർച്ചയായി ഇത്തരത്തിലൊരു വർഗീയ തരത്തിലുള്ള കൊലപാതകമാണോ, അതല്ല ഈ സുഹാസ് ഷെട്ടി 3 വർഷം മുമ്പ് നടന്ന, അതായത് സൂറത്ത് കല്ലിൽ ഫാസിൽ വധക്കേസിലെ മുഖ്യ പ്രതിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകവീട്ടലാണോ ഈ കൊലപാതകം എന്നൊരു സംശയമുണ്ട്. ഏതായാലും സുഹാസ് ഷെട്ടി പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. ഇയാൾ ബജ്രംഗ് ദളിന്റെ ഗോസംരക്ഷണ പ്രവർത്തകനായിരുന്നു നേരത്തെ. പക്ഷേ ഈ കൊലപാതകം കഴിഞ്ഞ് ഇതിന് ജയിലിൽ ഇറങ്ങിയതിനു ശേഷം ഇയാൾ അത്ര സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2 കാരണം, അത് ഏതാണ് ഈ ഒരു സംഭവത്തിന് ഇടയാക്കിയെന്ന കാര്യത്തിൽ പോലീസിന് ഒരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഈ പ്രതികളെ പിടികൂടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ പറ്റൂ. എന്തായാലും മംഗളൂരു നഗരം വലിയ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് മലയാളികൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയി നമുക്കറിയാം, ആശുപത്രിയൊക്കെ മലയാളികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. ഇത്തരം ആൾക്കാർ ഒരുപാട് പേർ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇന്ന് ബന്ദാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ദക്ഷിണ കന്നഡ ജില്ല മുഴുവൻ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ദ്, ഒരു വാഹനങ്ങൾ പോലും നിരത്തിൽ ഇറങ്ങുന്നില്ല. അതുമാത്രമല്ല കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു വലിയ സംഘർഷ സാധ്യത ഇപ്പോൾ മംഗളൂരു നഗരത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും
ഇത് സംബന്ധിച്ച് പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ADGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മംഗളൂരുവിൽ ക്യാമ്പ് ചെയ്താണ് ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊലപാതകത്തിന്റെ കാരണം അത് ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കൂ. ഏതായാലും ഒരു നേരത്തെയൊക്കെ വലിയ തോതിൽ പ്രവീൺ നെട്ടാറുവിന്റെ ഒരു കൊലപാതകം നമുക്കറിയാം, വലിയ ചർച്ചയായ ഒരു കൊലപാതകമാണ്. ഇപ്പോൾ NIA അന്വേഷിക്കുന്ന ആ കേസ്, അതിന് തുടർച്ചയായി 3ഓളം കൊലപാതകങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് ഈ സൂറത്ത് കല്ലിലെ ഫാസിൽ എന്ന് പറയുന്നത്. ആ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇനി ആ കേസുമായി, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ വാട്സാപ്പുകളിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടാകുന്നു. അത് തന്നെയാണ് മംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യവും. ഇത്തരം പ്രചരണങ്ങളിൽ വീടരുതെന്ന് പോലീസ് പ്രത്യേകം പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ സുഹാസ് ഷെട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിലാപയാത്രയായി വലിയ തോതിൽ ആളുകൾ പങ്കെടുത്ത വിലാപയാത്രയായാണ് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയത്. ഒരുപാട് ആളുകൾ, 100 കണക്കിന് ആളുകളാണ് ഈ സംസ്കാര ചടങ്ങുകളിലും മറ്റുമായി എത്തിയത്. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണം വാട്സാപ്പ് വഴി നടക്കുന്നുണ്ട്. അത്തരം കാർക്കെതിരെ വലിയ നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനൊപ്പം മറ്റൊരു കാര്യം, ഞായറാഴ്ച ഇത്തരത്തിൽ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 21ആയി. ഇനിയും 10 പേരെ കൂടി ഈ കേസിൽ പിടികൂടാനുണ്ട്. ആ കേസിൽ കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 കൊലപാതകങ്ങൾ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മലയാളി യുവാവ് അഷ്റഫിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്ന സംഭവവും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണോ ഇതിനെ കാണേണ്ടത്, അതോ മറ്റേതെങ്കിലും മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമായിരിക്കുമോ? ടോമെ, പോലീസിലും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലെത്തിയില്ല. ഒരു വിഭാഗം പറയുന്നത് ആ ഒരു കൊലപാതകത്തിന് തിരിച്ചടിയായാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയതെന്നാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം പോലീസ് മറ്റു സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതായത് 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ് സുഹാസ്. കൂടാതെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു പ്രതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഏതെങ്കിലും കേസുകളിൽ ഉള്ള ഒരു പകവീട്ടിലാണോ ഈ കൊലപാതകം എന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ ഈ ഞായറാഴ്ച നടന്ന അഷ്റഫിന്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നടന്നതായത് ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ അതിന് തുടർച്ചയായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് വ്യാപകമായ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഒരു പക്ഷേ നാളത്തേക്ക് കൂടി നിരോധനാജ്ഞ നീട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനിടയിൽ തന്നെ രാവിലെ സ്വകാര്യ ചില ബസ്സുകൾ നിരത്തിലിറങ്ങിയിരുന്നു. ആ ബസ്സുകൾക്ക് നേരെയൊക്കെ കല്ലേറ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബജിപ്പെ വിമാനത്താവളമാണ് കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളം. അവിടേക്കൊക്കെ യാത്ര ചെയ്യേണ്ടവരുമൊക്കെ ഇവിടെ മംഗളൂരുവിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു വാഹനങ്ങൾ പോലും മംഗളൂരു നഗരത്തിൽ ഓടുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യാപാര സ്ഥാപനങ്ങൾ പോലും തുറന്നിട്ടില്ല. അത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യം മംഗളൂരുവിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അതിനിടയിൽ ഒരാൾക്ക്, അതായത് ബണ്ട്വാളിൽ ഒരാൾക്ക് ഒരു കുത്തേറ്റു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാൽ പല സ്ഥലങ്ങളിലും ചെറിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ മറ്റു ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ പോലീസിനെ ഇവിടെ എത്തിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ADGP ഇവിടെ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സംഘർഷ സാധ്യത തന്നെയാണ് മംഗളൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ സംഘർഷ സാധ്യത ഒരു അയവും വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു കൊലപാതകം ഏറെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായി മാറി. കാരണം ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുകയാണ്. ഈ സംഘം വാളും അത്തരത്തിൽ മാരക ആയുധങ്ങളുമായി എത്തി കൊലപാതകം നടത്തുന്നു. അത് കൃത്യമായി ദൃശ്യം ന്യൂസ് 8 ഉൾപ്പെടെ ഇപ്പോൾ ആ ദൃശ്യം ലഭിച്ചിരുന്നു. ആ വെട്ടി കൊലപ്പെടുത്തുന്ന രംഗം. ആ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മംഗളൂരുവിൽ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ചൊരു വർഗീയ കലഹത്തിന് പോലും കാരണമായേക്കാവുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? ഇപ്പോഴത്തെ ഉണ്ടായ ഈ 2 സംഭവങ്ങൾക്ക് പിന്നാലെ ഇനി ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിനെ തടയാൻ പോലീസ് എങ്ങനെയാണ് മുൻകരുതൽ എടുത്തിരിക്കുന്നത്? വലിയ ഒരു പോലീസ് സംഘം തന്നെ, സന്നാഹം തന്നെ അവിടെ
അവിടെ വിനിയോഗിച്ചിട്ടുണ്ടോ? ടോമെ, മംഗളൂരു നഗരപ്രദേശങ്ങളും പോലീസ് വലയത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും ഈ വൈകിട്ട് രാത്രി കാലങ്ങളിലാണ്, നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ടോമിന് അതറിയാം, രാത്രിയാണ് പലപ്പോഴും ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ 4 കൊലപാതകം അടുപ്പിച്ച് തുടർച്ചയായി ഉണ്ടായ ഒരു സ്ഥലമാണ് മംഗളൂരു. പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. ചെറിയൊരു തീപ്പൊരി വീണാൽ അത് വലിയ തോതിൽ സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ BJP സംഘപരിവാർ ശക്തികളുടെ ശക്തി കേന്ദ്രമാണ്. ഈ നമുക്കറിയാം, ശ്രീരാമസേന പോലെ ഒരുപാട് സംഘടനകൾ, തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ഉള്ള ഒരു സ്ഥലമാണ് മംഗളൂരു. സൂറത്കൽ, ബഡ്കൽ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെ നേരത്തെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകമായാലും വർഗീയ കൊലപാതകമായാലും നിരവധി സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലമാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പക വീട്ടുന്ന രീതിയിലുള്ള കൊലപാതകം നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പഴുതടച്ചുള്ള സുരക്ഷയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലും ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന കേരള പോലീസ് സ്റ്റേഷനുകൾ നിരവധിയുണ്ട്. പ്രത്യേകിച്ച് രാജപുരം, അതുപോലെ തന്നെ മഞ്ചേശ്വരം, അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ വാഹന പരിശോധന നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നിരവധി ബസ്സുകൾ KSRTC ഉൾപ്പെടെ മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതൊക്കെ തലപ്പാടി വരെ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. മംഗളൂരിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വാഹനങ്ങൾ പോലും ഓടാത്ത രീതിയിൽ ബന്ദ്, അത്രത്തോളം വലിയൊരു വികാരം, ഇത്രത്തോളം ഒരു പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വന്നാലും അതിലും ഒരു വിഭാഗം വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തത്. കാരണം കൃത്യവിലോപം ഇവർ ഉണ്ടായി എന്ന ഒരു നിഗമനത്തിൽ അത്തരം ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രി ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതും ആളുകളൊക്കെ നോക്കി നിൽക്കെ വലിയ തോതിൽ ഒരു കവലയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നതെന്നാണ് അതിലേറ്റവും ശ്രദ്ധേയം. ഈ ആറു പേരായിരുന്നു ഇയാളുടെ ഈ സുഹാസ് ഷെട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അത്രയും ആളുകൾ ഉണ്ടായ സമയത്ത് കൃത്യമായി സുഹാസ് ഷെട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അത്തരത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അത് ഇയാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സംഘം എത്തിയത്. 6 പേരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാരകായുധങ്ങൾ, വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ, അതായത് തൊട്ടടുത്ത ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഏതായാലും രാത്രി തന്നെ മംഗളൂരുവിൽ ഇന്നലെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഇത്തരത്തിലുള്ള ബന്ധും ഇപ്പോൾ തുടരുന്നുണ്ട്. 6 മണി വരെയാണ് ഇപ്പോൾ ബന്ധുള്ളത്. ഈ പ്രതികളെ ഉടൻ പിടികൂട്ടണമെന്ന ഒരു ആവശ്യവുമായി, പ്രതിഷേധവുമായി ഇവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും മംഗളൂരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് മംഗളൂരുവിലുള്ളത്. തുടർച്ചയായി 2 കൊലപാതകങ്ങൾ, ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് കാവലിലാണ് മംഗളൂരു നഗരം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. ഇന്നലെ രാത്രിയാണ് DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ബോംബ് ഭീഷണി എത്തിയത്. ഹിസ്ബുൾ മുജാഹിദിന്റെ പേരിലാണ് സന്ദേശം വന്നത്. വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രാജ്ഭവനിലൊക്കെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയതാണ്. പക്ഷെ അവിടെ പരിശോധന നടത്തുന്നു, വ്യാജ സന്ദേശമാണെന്ന വിവരം ലഭിക്കുന്നു. പക്ഷേ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ അടിക്കടി ഇതുപോലുള്ള സന്ദേശങ്ങൾ, വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുമ്പോൾ അതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം ഇത് പല രീതിയിൽ നമ്മുടെ സുരക്ഷാ സംവിധാനത്തെയൊക്കെ ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം എത്തിയതെന്ന് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ ഡാനി? ടോം, ഇതിൽ പലപ്പോഴും മെയിലായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കോളായെല്ലാമാണ് ടെലിഫോൺ സന്ദേശങ്ങൾ എത്തുന്നത്, ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം തന്നെ ഉറവിടം പലപ്പോഴും അജ്ഞാതമായെന്ന ഒരു രീതിയിലേക്കാണ് അന്വേഷണ സംഘങ്ങൾക്ക് പലപ്പോഴും കിട്ടുക. ചിലതെല്ലാം തന്നെ അതിൻ്റെ ഒരു ഉറവിടത്തെ കണ്ടെത്താറുണ്ട്. പക്ഷേ അതത്ര ഗുരുതരമായ ഒരു സന്ദേശം ഒന്നും ആയിരിക്കില്ല. പല കാരണങ്ങൾ കൊണ്ട് തന്നെ, ചിലപ്പോൾ തികച്ചും ഭ്രാന്തമായ ചില കാരണങ്ങൾ കൊണ്ടെല്ലാം സന്ദേശങ്ങൾ ചിലപ്പോൾ എത്താറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത്
ഉറവിടം തീർത്തും അജ്ഞാതമാകുന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ അതോറിറ്റികൾക്ക് കൃത്യമായി മെയിൽ അയക്കുക. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി തന്നെ സംസ്ഥാനത്തെമ്പാടുമായിട്ട് സംഭവിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം, രാജ്ഭവൻ, മുഖ്യമന്ത്രിയുടെ വസതി തുടങ്ങിയ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട്. കൊച്ചി വിമാനത്താവളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ ഏതാണ്ട് 3ഓളം ഭീഷണികൾ തുടർച്ചയായിട്ട് ഇവിടെ ലഭിക്കുന്നു എന്നതാണ്. ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ സന്ദേശം എത്തുന്നത്, ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ 2 മണിക്കൂറുകൾ കൊണ്ട് തന്നെ വിമാനത്താവളം ഏതാണ്ട് മുഴുവനായി തന്നെ അരിച്ചു പെറുക്കി CSFൻ്റെ സേനയും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടത്തുന്നു. ബാഗേജുകൾ പരിശോധിക്കുന്നു, യാത്രക്കാരും എല്ലാവരെയും തന്നെ പരിശോധിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി RDX അധിഷ്ഠിതമായ ബോംബ് പൊട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 2 മണിക്കൂറുകൾ കൊണ്ട് പൂർണ്ണമായും തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു വിമാനത്താവളത്തിൽ യാതൊരു രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ ഒരു ജാഗ്രത തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് വീണ്ടും പുലർച്ചയോടുകൂടി റേഞ്ച് IGക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമെയിൽ സന്ദേശം വരുന്നത്. അത് ഹിസ്ബുൾ മുജാഹിദീൻ എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള രീതിയിലാണ് മെയിലെല്ലാം തന്നെ വന്നത്. അത് പിന്നീട് വലിയ പരിശോധനകൾ അവിടെ നടന്നു, വിമാനത്താവളത്തിൽ നടന്നു. യാത്രക്കാരുടെ ബാഗേജുകൾ, യാത്രക്കാരുടെ സന്ദർശകർ, വാഹനങ്ങൾ, അവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ തുടങ്ങിയ എല്ലാം തന്നെയും സുരക്ഷാ സേന അതെല്ലാം തന്നെ പരിശോധിച്ച് ഒന്നും തന്നെ ഇല്ല എന്നതെല്ലാം തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്തു. പക്ഷേ ജാഗ്രത തുടരുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർന്ന് അതേ ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, ഇത് വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ നേരിടുന്നൊരു സമയമാണ്. രാജ്യസുരക്ഷ സംബന്ധിച്ച് ആ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നൊരു സമയത്ത് ഇത്തരം ഒരു സന്ദേശവും സന്ദേശവും നിസ്സാരമായി കാണുന്നില്ല എന്നത് തന്നെയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെയാണ് പരിശോധിക്കുന്നത്. ഓരോ സന്ദേശത്തിൻ്റെയും ഉറവിടം കണ്ടെത്താനായിട്ട് പരമാവധി തന്നെ ശ്രമിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് ടെലിഫോൺ സന്ദേശമായാലും ഇമെയിൽ ആയാലും അത് കൃത്യമായ രീതിയിൽ തന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ടാണ് അവർ പരമാവധി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉറവിടം അജ്ഞാതമായിരിക്കുന്ന സന്ദേശങ്ങൾ കുറച്ചെങ്കിലും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും പിടിതരാത്ത രീതിയിലേക്ക് ഈ രീതിയിൽ സന്ദേശം അയക്കുന്നുണ്ടെങ്കിൽ അതിനെ കരുതലോടുകൂടി തന്നെയാണ് പലപ്പോഴും കാണുന്നത്. കൃത്യമായ രീതിയിൽ അത് അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത് ഇത്തവണയും അത് തന്നെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏതാണ്ട് ഇത്തരം ഭീഷണി സന്ദേശങ്ങളുടെ മുനമ്പിൽ തന്നെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നു. തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും അതിന് മാറ്റമില്ലാതെ തുടരുന്നു. പക്ഷേ എല്ലായിടത്തും തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകളും ആവർത്തിച്ചുള്ള കളക്ടറേറ്റുകളിലും കേരളത്തിലെ പല കളക്ടറേറ്റുകളിലും ഭീഷണി സന്ദേശം വന്നതാണ്, തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ കേന്ദ്രീയ ഭവനിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം വരുന്നു. ഇവിടെയൊക്കെ പോലീസും ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തുന്നു. പിന്നീട് വ്യാജ സന്ദേശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണ്, ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മെയിൽ അയച്ചത് അത് സ്വാഭാവികമായും വ്യാജ മെയിൽ ID ആകാം. ഇത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ, ഇതെവിടെ നിന്നാണ് ഈ മെയിലുകൾ വരുന്നത്, സന്ദേശം വരുന്നതെന്ന് എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, ഇക്കാര്യങ്ങളിൽ എപ്പോഴും തന്നെ ഇതിന് IT സെല്, പ്രത്യേകിച്ച് സൈബർ വിഭാഗങ്ങൾ, രാജ്യസുരക്ഷാ സേനയുടെയും സംസ്ഥാന പോലീസിൻ്റെയും എല്ലാം സൈബർ വിഭാഗങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്താറുണ്ട്. പലതും തന്നെയും ഈ രീതിയിൽ ഉറവിടം അജ്ഞാതമാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ചിലതെല്ലാം തന്നെ രാജ്യത്തിന് പുറത്തു നിന്നുള്ളതാകാവുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇത് ഒരു പരിഭ്രാന്തിയിലേക്ക് നയിക്കുന്നത് ഇത് ഉറവിടം തിരിച്ചറിയാൻ, ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില സന്ദേശങ്ങളെല്ലാം തന്നെ വരുമ്പോഴാണ്. അവർ ഇങ്ങനെ ഒരു പ്രാങ്കിന് വേണ്ടി ഈ രീതിയിൽ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒരുപക്ഷെ അവരുടെ സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ പോലും ഈ രീതിയിലുള്ളൊരു സന്ദേശങ്ങൾ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ധൈര്യമുള്ളവർ കാണും. കാരണം ഇതൊരു വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ ഉയർത്തുന്നതാണ്. നമുക്കറിയാം, വിമാനത്താവളത്തിലേക്ക് ചിലപ്പോഴെല്ലാം ചില ഫോൺ കോളുകൾ വരാറുണ്ട്. അത് വിമാന കമ്പനിയോടുള്ള ദേഷ്യത്തിനെല്ലാം കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്ക് ഫോൺ ചെയ്തവരുണ്ട്. അവരുടെ ലഗേജിൽ സ്ഫോടക വസ്തു ഉണ്ടെന്നെല്ലാം പറഞ്ഞ് അറസ്റ്റിലായവരും എല്ലാം തന്നെയുണ്ട്. അങ്ങനെ
അത്തരം കേസുകൾ വലിയ രീതിയിലുള്ളൊരു ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇതൊരു പ്രോട്ടോകോൾ പ്രകാരമുള്ള രീതിയിലേക്ക് നടപടികളിലേക്ക് പോകും. പക്ഷേ ഇതുപോലുള്ള ഈ ഉറവിടം അജ്ഞാതമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു സുരക്ഷാ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് തന്നെയാണ് ഈ സന്ദേശം എത്തുന്നത്. അങ്ങനെ സന്ദേശം അയക്കുക, അല്ലെങ്കിൽ ഈ സിയാലിൻ്റെ സൈറ്റിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ സന്ദേശം നൽകുക. അപ്പോൾ അത്തരക്കാരെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇവർ കാണുന്നത്. കാരണം അത്തരം സന്ദേശങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു തെരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ നടത്താറുണ്ട്. കാരണം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ അടക്കം ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സൈബർ ടീമിനെ എല്ലാം തന്നെ അവരെ വലിയ രീതിയിൽ നാണക്കേട്ടിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഉറവിടം വ്യക്തമാകാത്ത രീതിയിൽ പലപ്പോഴും ഈ സന്ദേശങ്ങൾ വരുന്നത്. അവരത് പരമാവധി ട്രാക്ക് ചെയ്യാനെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും കേരളത്തിന് ശ്രമിക്കുന്നു, രാജ്യത്തിന് തന്നെ പുറത്തു നിന്നും പലപ്പോഴുമാണ് ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നതെന്ന് അവർ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ പോലും ഈ സന്ദേശം അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള തിരച്ചിൽ ആ രീതിയിൽ തന്നെ നടക്കാറുണ്ട്. പക്ഷേ അപ്പോഴും ഉറവിടം അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. പലപ്പോഴും ഈ അന്വേഷണങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട്. നേരത്തെ വന്ന അത്തരം സന്ദേശങ്ങളുടെ ഒരു തുടർച്ച, ഏതെങ്കിലും രീതിയിലുള്ളൊരു കണക്ടിവിറ്റി ഇതിനെല്ലാം തന്നെ ലഭിക്കുമോ എന്നെല്ലാം തന്നെ പരിശോധനകളിലേക്കെല്ലാം തന്നെ പോകാറുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നമ്മുടെ സുരക്ഷാ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതുകൊണ്ട് തന്നെ സംഘങ്ങൾ ഇതുപോലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങളെ കാണുന്നത്. വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാണെങ്കിൽ പോലും തുടർച്ചയായി എന്തുകൊണ്ടാണ് ഇതുപോലുള്ള മെസ്സേജുകൾ വരുന്നത്, മെയിലുകൾ വരുന്നത്, ഇക്കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴയിലെ KSFE ജീവനക്കാരൻ രാജീവിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ആപ്പൂർ സ്വദേശി രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ നൽകിയ പരാതിയിലാണ് മണ്ണഞ്ചേരി പോലീസിന്റെ നടപടി. KSFE ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്ക് ജാമ്യം നൽകിയ ആധാരം ഉടമ അറിയാതെ ജീവനക്കാരൻ കലവൂർ ബ്രാഞ്ചിൽ ഭാര്യയുടെ പേരിലുള്ള മറ്റൊരു ചിട്ടിക്ക് വായ്പയായി വെച്ചുവെന്നായിരുന്നു പരാതി. സ്വന്തം വായ്പ അടച്ചു തീർത്ത ശേഷം വീടും പുരയിടവും ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് ലഭിച്ചതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം ചായക്കട തൊഴിലാളിയായ രവീന്ദ്രനും കുടുംബവും തിരിച്ചറിയുന്നത്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഈ ആലപ്പുഴയിലെ KSFE ജീവനക്കാരൻ രാജീവിനെതിരെ നിരവധി പരാതികളുണ്ട്. ഇപ്പോൾ പോലീസ് മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇയാൾക്കെതിരെ ഇതിൽ കൂടുതൽ പരാതികൾ, കൂടുതൽ പേർ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്തെങ്കിലും സൂചനകളുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത്? ടോം, ആലപ്പുഴ സൗത്ത് പോലീസ് ഈ KSFE ജീവനക്കാരനായ രാജുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. മണ്ണഞ്ചേരി സ്വദേശികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കലവൂർ ആപ്പൂർ സ്വദേശികളായ ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, രാമചന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇവരെ കേസെടുത്തുള്ളത്. ഈ കേസിലേക്ക് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. അതായത് KSFEയുടെ ഈവനിംഗ് ബ്രാഞ്ചിൽ ഈ രാമചന്ദ്രനും ഭാര്യ മണിക്കുട്ടിയും അവരുടെ താമസിക്കുന്ന 10 സെന്റ് സ്ഥലം ഈടായി നൽകി 8 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഈ വായ്പാ തുക തിരികെ അടച്ച് നൽകിയെങ്കിലും പിന്നീട് ഇവർക്ക് ജപ്തി നോട്ടീസ് വരികയായിരുന്നു. അങ്ങനെ റവന്യൂ റിക്കവറി നോട്ടീസ് വരികയും KSFEയിൽ നിന്നുള്ള ജീവനക്കാർ അവിടെ എത്തി സ്ഥലം അളക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം ഈ രാമചന്ദ്രനും ഒപ്പം തന്നെ ഭാര്യ മണിക്കുട്ടിയും അറിയുന്നത്. തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ആധാരം, അതായത് KSFEയിൽ ഈടായി നൽകിയ 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈവനിംഗ് ബ്രാഞ്ചിൽ നിന്നും പിന്നീട് അത് ഈവനിംഗ് ബ്രാഞ്ചിൽ ഇവരുടെ ലോണിന് ഈടായി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ KSFEയുടെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് കൂടിയായ രാജീവ് ആ ആധാരം തന്റെ ഭാര്യയുടെ പേരിൽ കലവൂർ ബ്രാഞ്ചിൽ ഉടമകൾ അറിയാതെ മറ്റൊരു ചിട്ടിക്ക് ഈടായി നൽകി എന്നുള്ളതാണ്. അതിനുശേഷം ആ ചിട്ടി പിടിക്കുകയും ആ തുക അടക്കാതെ വരികയും ചെയ്തതോടെയാണ് ഇവർക്ക് റവന്യൂ റിക്കവറി, അതായത് രാജീവിന്റെ ഭാര്യയുടെ പേരിൽ എടുത്ത ആ ചിട്ടിയുടെ തുക അടക്കാതെ, പിടിച്ച ചിട്ടിയുടെ തുക തിരിച്ചടക്കാതെ വന്നതോടുകൂടിയാണ് ഈ ആധാരത്തിന്റെ മേൽ റവന്യൂ റിക്കവറി നോട്ടീസ് വന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ രണ്ടിടത്ത് ഈ ആധാരം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കുടുംബം തിരിച്ചറിയുകയും ചെയ്യുന്നത്. ചായക്കട തൊഴിലാളിയാണ് രാമചന്ദ്രൻ, ഒപ്പം തന്നെ ഭാര്യ മണിക്കുട്ടിയും. അദ്ദേഹം ഹൃദ്രോഗി കൂടിയാണ്. ഈ സംഭവങ്ങൾ ഉണ്ടായതോടുകൂടി ഇവര് KSFEക്കും KSFE വിജിലൻസ് വിഭാഗത്തിനും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രനും പരാതി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല.
തുടർന്ന് ഇവരെ കോടതിയിൽ പോയി കോടതി ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് ഈ രാജീവിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. മറ്റേ കേസിലാണെങ്കിലും ആദ്യം എടുത്ത കേസിലാണെങ്കിലും രാജീവ് മറ്റ് ജാമ്യം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പുതിയ കേസ് കൂടി വന്നിട്ടുള്ളത്. മാത്രമല്ല KSFE ജീവനക്കാരനായ രാജീവിനെതിരെ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ പ്രാഥമിക പരിശോധന നടത്തി KSFE ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ പുതിയ ഒരു പരാതി കൂടി വന്നിട്ടുള്ളത്. KSFE വിജിലൻസ് വിഭാഗം ഈ പരാതികളിന്മേൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കലവൂർ സ്വദേശി കൂടിയായ രാജീവിന്റെ അയൽവാസിയായ സുമ എന്ന സ്ത്രീയുടെ ആധാരവും ഇതേപോലെ തന്നെ 2 ആധാരങ്ങൾ ഇവർ കൈവശം വെച്ചിരുന്നു. അതായത് രാജീവ് KSFE ജീവനക്കാർ എന്നുള്ള രീതിയിലുള്ള വിശ്വാസ്യത മുതലെടുത്തുകൊണ്ട് KSFEയിൽ ഇത്തരത്തിലൊരു തിരിമറി നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. അത് മാത്രമല്ല ഈവനിംഗ് ബ്രാഞ്ചിൽ വെച്ച ആധാരം എങ്ങനെയാണ് സൂചിപ്പിച്ചതുപോലെ 2 പേരാണ് തട്ടിപ്പിന് ഇരകളായിട്ടുള്ളത്. ഈ രാജീവ് ജീവനക്കാരനായ രാജീവിനെ കൂടാതെ മറ്റേതെങ്കിലും ജീവനക്കാർക്ക് ഈ ആലപ്പുഴ ബ്രാഞ്ചിലെ മറ്റേതെങ്കിലും ജീവനക്കാർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംശയിക്കണോ അതോ ഇയാൾ തനിച്ച് നടത്തിയ തട്ടിപ്പായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? ഒന്ന് KSFE ജീവനക്കാരനും ഒപ്പം തന്നെ KSFEയുടെ ഇടത് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുമാണ് രാജീവ്. അതുകൊണ്ട് രാജീവിനെ സംബന്ധിച്ച് ഈ KSFE ജീവനക്കാർക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ആൾ മറ്റൊരാളുടെ, അതായത് ഈ സുമ എന്ന സ്ത്രീ ആദ്യം പരാതി നൽകിയ സുമ എന്ന സ്ത്രീ സഹോദരിയാണെന്ന് വരെ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രേഖകളടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ ലോണുമായി ബന്ധപ്പെട്ട് ചില പേപ്പറുകളിൽ ഒപ്പിടാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അത് മറ്റു രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. ആ രീതിയിൽ ഒരുപക്ഷെ രാജീവ് മറ്റൊരാളുടെ ആധാരം അവിടെ കൊണ്ടുവന്നപ്പോൾ ആ ജീവനക്കാർ അത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ നടപടികളിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം, ഈ രാമചന്ദ്രനും ഒപ്പം തന്നെ ഭാര്യ മണിക്കുട്ടിയും പലതവണ കലവൂർ ഈവനിംഗ് ബ്രാഞ്ചുകളിലായി കയറി ഇറങ്ങിയിരുന്നു. ആ ഘട്ടത്തിൽ തങ്ങളുടെ ആധാരം തങ്ങൾ നൽകിയിട്ടില്ല എന്ന് അവരോട് പറഞ്ഞിട്ട് അത് മേളിലേക്ക്, അതായത് KSFEയുടെ മറ്റ് മുകൾ തട്ടിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ വിജിലൻസ് വിഭാഗത്തിന് ഇവർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് കലവൂർ ബ്രാഞ്ചിൽ ഇവരെത്തി തങ്ങളുടെ ആധാരം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിവരം ധരിപ്പിച്ചപ്പോൾ രാജീവ് അല്ലേ, അതുകൊണ്ട് തന്നെ അത് എടുത്തു തരും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും കലവൂർ ബ്രാഞ്ചിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അത്തരം നടപടിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇത് കിട്ടില്ല എന്നുള്ള ഉറപ്പായതോടുകൂടിയാണ് ബന്ധുക്കൾ കൂടിയായ ഈ രാമചന്ദ്രനും ഭാര്യ മണിക്കുട്ടിയും പോലീസിനെയും ഒപ്പം തന്നെ KSFE വിജിലൻസ് വിഭാഗത്തിനെയും സമീപിക്കുന്നത്. കലവൂർ ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു ആധാരം, അതായത് ഉടമ അറിയാതെ ഒരു ആധാരം അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ ആ കുടുംബം അറിയിച്ചിട്ടും അത് ഔദ്യോഗികമായി മുകൾ തട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് റെയിൽവേ ട്രാക്കിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച സംഭവമാണ്, കേസാണ് സ്പോട്ട് ലൈവിൽ പരിശോധിക്കുന്നത്. ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയെ തിരിച്ചറിഞ്ഞു. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനി അമൃതയാണ് മരിച്ചത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ട്രാക്കിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഈ യുവതി അമൃത എന്ന യുവതി ഈ ആത്മഹത്യ ചെയ്താകാമെന്നാണ് നിഗമനം. അതിൻ്റെ എന്തായിരിക്കാം കാരണം, ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം എന്ന സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമായിരുന്നു അമൃത എന്ന വിദ്യാർത്ഥിനിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. അമൃതയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിട്ടായിരുന്നു മൃതദേഹം കണ്ടിരുന്നത്. സംഭവ സമയം ഓടിക്കൂടിയ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് റെയിൽവേ പോലീസും കരുനാഗപ്പള്ളി പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികളൊക്കെ സ്വീകരിച്ചത്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയാണ് 22 വയസ്സുള്ള അമൃതയാണ് ട്രെയിൻ തെറ്റി മരിച്ച നിലയിൽ കണ്ടത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ട്രാക്കിലായിരുന്നു അപകടം സംഭവിച്ചത്. ആരുടെയായിരുന്നു മൃതദേഹം എന്ന് ആദ്യം തിരിച്ചറിയാൻ വലിയ പ്രയാസമായിരുന്നു. നീല ജീൻസും വെള്ളയും നീലയും കലർന്ന ടോപ്പായിരുന്നു വേഷം. കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. എന്തായാലും കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത PG വിദ്യാർത്ഥിനിയായിരുന്നു. കോട്ടയത്ത് തുടർ പഠനത്തിനായിട്ട് സീസൺ ടിക്കറ്റ് എടുത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു ട്രെയിൻ തട്ടി ഇത്തരത്തിലുള്ള ഒരു ദാരുണമായൊരു അന്ത്യം സംഭവിച്ചത്. ടോം, എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നാടിനെ വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ടോം, എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ടോം.
വിനീഷ്, എന്തെങ്കിലും ഇത് ആത്മഹത്യക്കുറിപ്പോ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ യുവതിയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരം? ടോമോ, കുട്ടി വളരെ മിടുക്കിയായിരുന്നു, പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിരുന്നു. PG വിദ്യാർത്ഥിനിയും കൂടിയാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി കോട്ടയത്ത് ഒരു അഡ്മിഷൻ എടുത്തിരുന്നു. അപ്പോൾ സീസൺ ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെ സീസൺ ടിക്കറ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് ഉള്ള മടക്കയാത്രയായിരുന്നു. റെയിൽവേ പാളം മുറിച്ചു കടന്നു വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ ഈ കാരണം കൂടുതൽ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ടോം, ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മൃതശരീരം. അല്പസമയത്തിനകം തന്നെ സംസ്കാര നടപടികൾ ഉണ്ടാവും. അതിനുശേഷമാകും മറ്റ് പോലീസിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കേട്ടോ, അപ്പോഴേ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ട്രെയിൻ തട്ടി യുവതി മരിച്ചത്. ആത്മഹത്യ എന്നാണ് നിഗമനം. പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി, ഗവർണർ ഗൗതം അദാനി തുടങ്ങിയവരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ് ചടങ്ങ്. വിഴിഞ്ഞം തുറമുഖ പ്രദേശം പ്രധാനമന്ത്രി നടന്നു കണ്ടു. തുറമുഖത്തെക്കുറിച്ച് പോർട്ട് അധികൃതർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. സമ്പദ്ഘടനയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിഴിഞ്ഞം പുതിയ സാധ്യതകൾ തുറക്കുമെന്ന് മോദി പറഞ്ഞു. This is not just a new port, but the beginning. सही मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो, व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो। केरला के लोग जानते हैं, हमारे प्रयासों से पिछले 10 वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवेज, रेलवेज और एयरपोर्ट से जुड़ा विकास हुआ है। कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है। हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी हैं। സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി സ്വകാര്യ പങ്കാളിത്തത്തെ പ്രകീർത്തിക്കുന്നത് ഇന്ത്യയുടെ മാറിയ മുഖമാണ് കാണിക്കുന്നത്. മന്ത്രി VN വാസവൻ നേരത്തെ പ്രസംഗത്തിൽ അദാനിയെ പങ്കാളി എന്ന് പരാമർശിച്ചതിനെ പറ്റിയാണ് മോദി ചിരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത്. एक बात पर ध्यान केंद्रित किया होगा, जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. VV അരുൺ ചേരുന്നുണ്ട് വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, രാജ്യത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അഭിമാനകരമായിട്ടുള്ള നിമിഷമായിരുന്നു. എന്തൊക്കെയാണ് ഈ പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്? പ്രത്യേകിച്ചും വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രസംഗം. ഇനി ഈ വിഴിഞ്ഞം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഒരു വികസനങ്ങൾക്കായിരിക്കും വഴി തുറക്കുക? കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി ഏറെ നാളെ കാത്തിരുന്ന ഒരു സ്വപ്നം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിലൂടെ. അത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന, രാജ്യത്ത് തന്നെ അഭിമാനമായി മാറുന്ന പദ്ധതിയാണെന്ന് പ്രധാനമന്ത്രിയും സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സമുദ്ര രംഗത്ത് അല്ലെങ്കിൽ സമുദ്ര വ്യാപാര രംഗത്ത് കേരളം, വിഴിഞ്ഞം ലോകത്തിൻ്റെ കേന്ദ്രമായി മാറും, ആയിരക്കണക്കിന് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ സമുദ്ര
വ്യാപാരത്തിലെ 75% മറ്റു രാജ്യങ്ങളിലേക്കാണ് നിലവിൽ അതിൻ്റെ തുക പോകുന്നത്, അല്ലെങ്കിൽ അവിടേക്കാണ് അതുവഴിയാണ് ഈ കപ്പൽ നീക്കങ്ങൾ, ചരക്ക് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇനി കേരളത്തിലേക്ക് വരും. കേരളത്തിലൂടെ അത്തരം ചരക്ക് നീക്കം ഉണ്ടാകുമ്പോൾ കേരളത്തിലേക്ക് പണം ഒഴുകും. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, 30 വർഷമായി തുറമുഖ രംഗത്ത് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, കമ്പനിയാണ് അദാനിയുടേത്. പക്ഷേ അവിടെ പോലും ഇല്ലാത്ത തരത്തിലുള്ള തുറമുഖമാണ് കേരളത്തിൽ അദാനി നിർമ്മിച്ചത്. അത് അത്രയധികം പ്രശംസനീയമായ കാര്യമെന്നാണ് പ്രധാനമന്ത്രി പൊതുവിൽ ചൂണ്ടിക്കാട്ടിയത്. അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളിലും വ്യക്തമാണ്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് തുറമുഖം, എന്താണ് തുറമുഖം തുറന്നുതാൻ പോകുന്ന സാധ്യതകൾ. അത് വ്യാപാര സാധ്യതകളുണ്ട്, തൊഴിൽ സാധ്യതകളുണ്ട്, നാടിൻ്റെ വികസന സാധ്യതകളുണ്ട്, എല്ലാം ആ രീതിയിൽ തുറക്കപ്പെടുന്നു ഈ വിഴിഞ്ഞം എന്ന തുറമുഖത്തിലൂടെ. അതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശം, മനോഹരമായ പ്രദേശം, അവിടെ ഇനി വ്യാപാര രംഗത്ത് കൂടി കേരളം ആ രീതിയിൽ മുന്നേറാൻ പോകുന്നു. കേരളത്തിലൂടെ രാജ്യത്തിന് ഗുണമുണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാഷ്ട്രീയ ഭിന്നതകൾ ഉള്ള 2 പാർട്ടികളാണ് കേരളവും കേന്ദ്രവും ഭരിക്കുന്നത്. പക്ഷേ ആ ഭിന്നതകളൊന്നും വികസന രംഗത്ത് ഉണ്ടാകില്ല. പ്രധാനമന്ത്രി പ്രസംഗിച്ച് നിർത്തുമ്പോൾ പറഞ്ഞത്, വികസിത കേരളത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലെങ്കിൽ അണിചേരാം എന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അവിടെ വികസന കാര്യത്തിൽ അതുണ്ടാകില്ല എന്നൊരു ഉറപ്പ് പിണറായി നൽകുന്നു. അതുതന്നെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിലും സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇടതു സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ രാഷ്ട്രീയ നയമുണ്ട്. അത് എക്കാലത്തും പ്രൈവറ്റൈസേഷന്, സ്വകാര്യവൽക്കരണത്തിന് എതിരായിരുന്നു. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്, അല്പം ചിരിച്ചുകൊണ്ട് ഒരു സരസമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, നമ്മുടെ തുറമുഖ മന്ത്രി പ്രസംഗിക്കുമ്പോൾ അദാനിയെ, ഒരു പ്രൈവറ്റ് സെക്ടറെ, സ്വകാര്യ മേഖലയെ പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ണറാണ്, ഞങ്ങളുടെ പങ്കാളിയാണ് സ്വകാര്യ മേഖല എന്നൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഒരു അല്പം സരസമായി അദ്ദേഹം പറയുന്നു. അതാണ് മാറുന്ന ഭാരതം, അതാണ് എങ്ങനെയാണ് ഇന്ത്യ മാറുന്നത് എന്നതിന് തെളിവ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും സ്വകാര്യ മേഖലയെ ചേർത്ത് നിർത്തുന്നു, സ്വകാര്യ മേഖലയുടെ പങ്കിനെക്കുറിച്ച് അഭിനന്ദി സംസാരിക്കുന്നു. അത് രാജ്യത്തിൻ്റെ മാറ്റത്തിൻ്റെ തെളിവാണ്, രാജ്യം വികസിക്കുന്ന തെളിവാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് നരേന്ദ്രമോദി കൂടി അത് ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, രാഷ്ട്രീയ തർക്കങ്ങൾ, അവകാശവാദങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പൂർണ്ണമായും വികസിത കേരളം അല്ലെങ്കിൽ വികസിത രാജ്യം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു താല്പര്യത്തിൻ്റെ കൂടി ഭാഗമായി മാറുകയാണ്. അവകാശികൾ പലരുണ്ടാകാം, പക്ഷേ വിഴിഞ്ഞം രാജ്യത്തിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ പ്രതീക്ഷയാണ്. കേരളം വളരുക ഇനി വിഴിഞ്ഞത്തിലൂടെ കൂടി ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ വിഴിഞ്ഞം ഇനിയും ഒരുപാട് പ്രതീക്ഷകളാണ് കേരളത്തിന് നൽകുന്നത്. തീർച്ചയായും ഇത് ഇവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പലരും അവകാശവാദവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വശത്തുണ്ട്. കോൺഗ്രസ് അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഉമ്മൻചാണ്ടിക്ക് നൽകേണ്ട ഒരു ആദരവൊന്നും ഇവിടെ നൽകിയില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ദീർഘവീക്ഷണമാണ് ആയിരുന്നു വിഴിഞ്ഞമെന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളാണല്ലോ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷെ അതിനിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊക്കെ പിന്നെ പ്രസക്തിയില്ല. അതുതന്നെയല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും അവകാശ തർക്കങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യ കപ്പൽ ബർത്തിലേക്ക് എത്തുമ്പോൾ, അതുപോലെ ആദ്യ ക്രെയിൻ കൊണ്ടുവരുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ അവകാശ തർക്കങ്ങൾ. ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ നേട്ടത്തിൻ്റെ, രാജ്യം പ്രതീക്ഷയോടെ കാണുന്ന ഈ നേട്ടത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന തർക്കം ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നേരവകാശത്തിനായി ഇടത് വലത് മുന്നണികൾ വലിയ തർക്കമുണ്ടാക്കിയിട്ടുണ്ട്. BJP നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത്, എവിടെ പോയാലും നന്ദി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് BJPയുടെ ഫ്ലക്സ് ബോർഡുകളാണ്. BJP
നേതാക്കൾ നൽകിയ പരസ്യം, പത്രങ്ങളിലൊക്കെ വലിയ പരസ്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ നൽകിയത്. കേന്ദ്രം ഇതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വലിയ ദേശീയ ദിനപത്രങ്ങളടക്കം പരസ്യങ്ങൾ നൽകിയിരുന്നു. അത്തരം തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. പക്ഷേ അവിടെയും ഈ ടോം ചോദിച്ച പോലെ, ടോം സൂചിപ്പിച്ച പോലെ ഈ തർക്കങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമുണ്ട് കേരളത്തിന്. അത് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു, അതിനു മുമ്പ് കെ കരുണാകരനും എം വി രാഘവനും ഉണ്ടായിരുന്നു, ഇ കെ നായനാർക്കും വി എസ് അച്യുതാനന്ദനും ഉണ്ടായിരുന്നു, എ കെ ആന്റണിക്കും കെ കരുണാകരനും ഉണ്ടായിരുന്നു. ഒടുവിൽ അത് ഉമ്മൻചാണ്ടി അതിൻ്റെ വലിയൊരു ഘട്ടത്തിലേക്ക് കരാർ ഒപ്പിടുകയും അദാനിയെ ഇവിടെ കൊണ്ടുവരികയും ചെയ്ത വലിയൊരു കാൽവയ്പ് ഉമ്മൻചാണ്ടി നടത്തി. അവിടെ നിന്ന് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കരാറിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്ത, അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാക്കിയ അന്നത്തെ പ്രതിപക്ഷത്തിന് പിന്നീട് പിണറായി വിജയൻ വരുമ്പോൾ ആ കരാർ തന്നെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെ തേടാമായിരുന്നു. പക്ഷേ അതല്ല പിണറായി വിജയനും ഇടതു സർക്കാരും ചെയ്തത്. ആദ്യ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയുടെ കരാറിൽ ചില കാര്യങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ കരാറുമായി മുന്നോട്ട് പോവുകയും വല്ലാത്ത നിശ്ചയദാർഢ്യം പിണറായി സർക്കാരും കാണിച്ചു. അതിൻ്റെ ഫലം തന്നെയാണ് ഈ 10ാം വർഷം. ഇത് ഒരുപക്ഷെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തേണ്ട ഉദ്ഘാടനമായിരുന്നു. പക്ഷേ ഏറെ വൈകിയെങ്കിലും വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വലിയ സമരങ്ങൾ, പ്രകൃതി തന്നെ നൽകിയ തിരിച്ചടികൾ, ഓഖിയുടെ രൂപത്തിൽ, പിന്നീട് കോവിഡിന്റെ അരുൺ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി. പൂർണ്ണമാകുന്നു. നമസ്കാരം.